1994 ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ജനാധിപത്യ പ്രസിഡന്റായി നെൽസൺ മണ്ടേല സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏറ്റവും വലിയ കയ്യടിയും ആദരവും ലോകത്തു നിന്ന് ആകെ ലഭിച്ചത് സഖാവ് ഫിദൽ കാസ്ട്രോവിനായിരുന്നു. 1991 ക്യൂബ സന്ദർശിച്ച മണ്ടേല വികാരഭരിതനായി അദ്ദേഹം സൂചിപ്പിച്ചു, ആഫ്രിക്കൻ ജനതയോട് ക്യൂബ കാണിച്ചതുപോലെയുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രം ഈ ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ല. അത് ക്യൂബക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് ഫിദൽ കാസ്ട്രോക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഹിറ്റോ ക്യുവാനേവാലയിൽ അവിടുത്തെ വംശീയ സൈന്യത്തെ ക്യൂബൻ സഹായത്തോടുകൂടി തോൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് തടവറയിൽ നിന്ന് സ്വതന്ത്രനായി ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതെന്ന് ആവേശത്തോടുകൂടി നന്ദിയോടുകൂടി സഖാവ് നെൽസൺ മണ്ടേല അനുസ്മരിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും എല്ലാ കാലത്തും ജീവിക്കും. കാരണം ബൊളീവിയയിൽ ചെഗുവേരയും കാസ്ട്രോ സമ്മാനിച്ച തോക്കുമേന്തി പൊരുതി വീണ ചിലിയിലെ സാൽവദോർ അലൻഡയുടെയും രക്തസാക്ഷിത്വമൊന്നും വെറുതെയായില്ല. സഖാവ് കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ആ പോരാട്ടങ്ങളുടെ എല്ലാം ഊർജം ലോകത്താകെ വാരി വിതറുകയായിരുന്നു കൊച്ചു ക്യൂബ. പിന്നീട് ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടം ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. ഹ്യൂഗോ ഷാവേസിനെ പോലുള്ള വിപ്ലവകാരികൾ കാസ്ട്രോയുടെ ആശയങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണത്തിലെത്തുന്ന നിലയുണ്ടായി. അമേരിക്കയുടെ ഇടപെടലുകളില്ലാതെ ALBA പോലുള്ള ജനകീയ കൂട്ടായ്മകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. ക്യൂബയെ ഒറ്റപ്പെടുത്താൻ നോക്കിയ അമേരിക്ക ഒടുവിൽ ലാറ്റിൻ അമേരിക്കയിൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ലോകത്തിന് പിന്നീട് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അമേരിക്കൻ മുതലാളിത്തം പണവും ആയുധങ്ങളും എല്ലാം കാണിച്ച് ലോകത്തെ ഭയപ്പെടുത്തിയപ്പോൾ കാസ്ട്രോയും ക്യൂബയും സ്നേഹവും വിപ്ലവാവേശവും കൊണ്ട് ലോകത്തെ കറുത്ത വർഗക്കാരുടെയും അധ്വാനിക്കുന്നവരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും ഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു. ചെഗുവേരയും സാൽവദോർ അലൻഡയും ചൊരിഞ്ഞ രക്തം ഇന്ന് ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനെതിരായ പോരാട്ടങ്ങളുടെ ഊർജമായി മാറുകയാണ്. ആ പോരാട്ടത്തിന്റെ മുന്നിൽ അവർക്ക് വഴികാട്ടിയായി വിപ്ലവ സൂര്യനായി സഖാവ് ഫിദൽ കാസ്ട്രോ ഇന്നും ഉദിച്ചു നിൽക്കുകയാണ്.